Hello everyone, welcome to another weekend vlog from Dr. Hanan's Thunderway. ഇന്ന് നമ്മൾ പോകുന്നത് to the Silicon Valley of India, that is Bangalore. ബാംഗ്ലൂർ ശരിക്കും പറയും. ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് മീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ നടത്തുന്ന ലീഡർഷിപ്പ് കോൺക്ലേവ് പ്രോഗ്രാം. ഈ രണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ് വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. യെസ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് അങ്ങനെ സ്റ്റാർട്ട് ആവുകയാണ് അല്ലേ സായിലു? യെസ്. നമ്മൾ പോകുന്നത് പാലക്കാട് വഴിയാണ്. പാലക്കാടാണ് എൻ്റെ വീട്. അത് എൻ്റെ മുന്നേ വ്ളോഗ്സ് കണ്ടവർക്കൊക്കെ അറിയാം. സോ നമ്മൾ പാലക്കാട് രാത്രി വന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗ് ഒരു 8:30ക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ സർവണ ഭവനിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മളെല്ലാവരും ഒരേ ഐറ്റം ആട്ടോ വാങ്ങുക. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് 3 ഐറ്റം വാങ്ങിയിട്ടുണ്ട്. സാഹിൽ ബേബിയും പപ്പയും ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കഴിച്ചത്. ആഫ്റ്റർ മൈ കോളേജ് ഡേയ്സ് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഫേവറേറ്റ് ഡിഷായ പൊങ്കൽ കഴിച്ചു. പിന്നെ ഇതാ ആ കാണുന്നതാണ് കർപ്പകം യൂണിവേഴ്സിറ്റി. ഇത് കോയമ്പത്തൂർ പൊള്ളാച്ചി റൂട്ടിലാണ്. ഇവിടെയാണ് എൻ്റെ എൽഡർ സിസ്റ്റർ PhD ചെയ്തത്. ഇത് നമ്മുടെ പാലക്കാടിൽ നിന്നുള്ള ഫ്രഷ് മുന്തിരിയാണ്. പതുക്കെ മുന്തിരിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നു. പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര ഏകദേശം 7 മണിക്കൂറും 47 മിനിറ്റുമാണ് കേട്ടോ ബൈ കാർ. ബട്ട് നമ്മളിങ്ങനെ പതുക്കെ നിർത്തി ഒക്കെ പോകുമ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെ ടൈം എടുക്കും. പിന്നെ യാത്ര കാറിലായതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. സാഹിൽ ബേബി ബാക്കിൽ അങ്ങനെ സെറ്റായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ കാറ്റാടി ഇല്ലേ, അതായത് വിൻഡ് മില്ലിൻ്റെ ഒരു വിങ്ങിൻ്റെ വലുപ്പമാണ് കേട്ടോ. ദൂരെ നിന്ന് നമ്മൾ കാണുമ്പോൾ അത് എന്ത് ചെറുതായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യണത്. യാത്രകളിലൊക്കെ ഞങ്ങൾ കൂടുതലും വെജ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് ദേ വീണ്ടും നമ്മുടെ സ്വന്തം സർവണ ഭവനിൽ നിർത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. ഇനി ബാംഗ്ലൂരിലേക്ക് 3 hours കൂടെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈം പോയത് 98-ലാണ്. അതിനുശേഷം ഇപ്പോൾ എത്രയും വർഷങ്ങൾക്ക് ശേഷം 2024-ലാണ് പോകുന്നത്. ഇക്ക വെജ് മീൽസാണ് ഓർഡർ ചെയ്തത്. സോ അപ്പാർട്ട് ഫ്രം റൈസ് അതിലുള്ള മറ്റ് ഐറ്റംസാണ് ഇതൊക്കെ. ഞാനും സാഹിൽ ബേബിയും മഷ്റൂം ബിരിയാണിയും ആൻഡ് കോളിഫ്ലവർ ഫ്രൈ ആണ് കഴിച്ചത്. അങ്ങനെ സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായപ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. ഈ ഒരു പ്രാവശ്യത്തെ ബാംഗ്ലൂർ യാത്ര ഭയങ്കര ഒരു മെമ്മറബിൾ വൺ തന്നെയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ബാംഗ്ലൂർ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലം കവർ ചെയ്തു. ബിക്കോസ് അതൊരു സൈറ്റ് സീയിങ് യാത്ര തന്നെ ആയിരുന്നല്ലോ. ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പ് ആയതോടുകൂടി തന്നെ നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ടൈം ഞങ്ങൾ മാക്സിമം തന്നെ എൻജോയ് ചെയ്തു. ആൻഡ് ഇപ്രാവശ്യം ആ ഒരു യാത്രയുടെ സുഖമല്ലേ, ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പതുക്കെ പോയത്, അതൊക്കെ ഭയങ്കര രസം തന്നെ ആയിരുന്നു കേട്ടോ. നമ്മള് ബാംഗ്ലൂർ ഈ കാണുന്നതാണ് അറഫ ഇൻ. ഇവിടെയാണ് ഞങ്ങൾ 3 days സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ സ്റ്റേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും പിന്നെ നൈറ്റ് ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ദിവസവും രാത്രി ഡിന്നറിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു വാക്കും അതുപോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എല്ലാ ഷോപ്സിലും പറ്റുന്ന രീതിയിലൊക്കെ കയറി ഇറങ്ങി അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. What is that? This is Pebbles? Pebbles. ഇതുണ്ട്, കഷ്ടുണ്ട്, പക്ഷേ കാര്യം കാണിച്ചിട്ടില്ല.
ഡിന്നറിന് ശേഷം ഞങ്ങൾ നടക്കാനിറങ്ങി. കുറച്ച് ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി. ഭയങ്കര രസമാണ് കേട്ടോ അവിടുത്തെ നൈറ്റ് വൈബ്. നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു, ബട്ട് നമുക്ക് ടയർഡ്നെസ് ഒന്നും തീരെ ഫീൽ ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, ബാംഗ്ലൂർ ആസ്വദിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരുന്നു. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശ ദിവസം വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മ വീഡിയോ എടുക്കണം. അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. Really? Alright. വെള്ളിയിട്ട് ബാംഗ്ലൂർ. ശരിയാണല്ലോ പൊന്നി. Exit the roundabout onto Kasturba Road, then slide right onto Divanga Hostel Road. തെറ്റിയാ. ശരിയായി. Rubber guess അടിച്ചത് hard guess. It was right. Sahil, love you. Hindi love you പറഞ്ഞില്ലല്ലോ. Sahil. Sahil. കുറച്ച് കഴിഞ്ഞാൽ rest. നല്ല right ആവും. കുറച്ച് കഴിഞ്ഞ് ലെഫ്റ്റില്ലേ. Your destination is on the left. ഇതാണ് മൈക്രോസോഫ്റ്റ് പ്രസ്റ്റീജ് ഫേൺ ഗാലക്സി. ഇവിടെ വെച്ചാണ് ഇൻ്റർനാഷണൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ലീഡർഷിപ്പ് കോൺക്ലേവ് നടക്കുന്നത്. Sabir NA. രാത്രിയായി. പിന്നെ രാത്രിയിലോ ടോളുണ്ടോ? ചെക്ക്. രാത്രിയായി. നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക തരം കോൺഫിഡൻസും പവറൊക്കെ കിട്ടിയതുപോലെ. ലഞ്ച് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻറ്റിന് ശേഷം എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. അവനും അവൻ്റെ വൈഫും 2 പേരും ബാംഗ്ലൂരിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേ അറ്റ് ബാംഗ്ലൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സ് ആൻഡ് കൺസൾട്ടൻറ്റ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. ഇത് നടക്കുന്നത് ഇവിടുത്തെ ഹോട്ടൽ താജ് യശ്വന്ത്പൂരിൽ വെച്ചാണ്. Of institutions, East Point group of institution, please come forward. ഇവിടെ വെച്ച് 2 ഗ്രേറ്റ് വ്യക്തികളെ കാണാൻ സാധിച്ചു. ദ ഗ്രേറ്റ് ഇൻ്റലക്ച്വൽ ഡോക്ടർ GS പ്രദീപ്, അശ്വമേധം ഫെയിം, ആൻഡ് ഹിസ് വൈഫ് ഡാൻസർ ബിന്ദു പ്രദീപ്. അവിടെ അതാ വേറെ കാറ് സഹി കണ്ടാ? വേറെ കാർ അപ്പുറത്ത് കൂടെ പോയത്. എന്ത് ശ്രദ്ധിക്കണല്ലേ. ഞാൻ ഇതിന്റെ വായിച്ചല്ലേ ഇതെങ്ങാണ്ട് രാജ്യാണ് പോലെയല്ലോ. ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. വെരി 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 ഹെവി ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് നേരം എടുക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് അന്നത്തെ ദിവസം പോയത് ദ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യയിലേക്കാണ്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പ്ലേ സ്റ്റേഷനിൽ സാഹിൽ ബേബി എൻജോയ് ചെയ്തു. ഫുഡും നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ ആക്ച്വലി മോൾ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ വെച്ച് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു.
നല്ലൊരു വാച്ചായിരുന്നു കേട്ടോ. ഇക്ക മുന്നേ എപ്പോഴോ വാങ്ങി വെച്ചതാണ്. അത് തരാനുള്ള അവസരം നോക്കി നടക്കുമായിരുന്നു. നല്ലൊരു ആംബിയൻസ് എന്നാണ് പറഞ്ഞത്. കണ്ടൊടുക്കില്ലട്ടാ, കണ്ണടക്ക് തുറക്കണ്ടട്ടാ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര വെരി സ്പെഷ്യൽ ആയിരുന്നു വിയ മൈസൂർ. ഇനി അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ഡോക്ടർ ഹനാൻ സൈനിങ് ഓഫ്.